നമുക്ക് എന്തായാലും വേറെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാരും കൂടെ ഉള്ളപ്പോൾ പോലും ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഇപ്പോഴും സങ്കടമാണ്. എന്താണെന്ന് അറിയില്ല. ഇത് ചെറിയൊരു കാര്യം അതിനെ കൊണ്ടിട്ട്, അതായത് ചെറിയൊരു ഇൻഫർമേഷൻ അതിനെ കൊണ്ടിട്ട് ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇനി വേറെ എന്തെങ്കിലും ഡിപ്രഷൻ്റെ അസുഖം ഉണ്ടോ, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് സങ്കടത്തിലാണോ? നമ്മൾ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സൈക്കോളജിയിൽ. അതായത് നമ്മൾ ആരോടെങ്കിലും സോറി പറയേണ്ടതായ കാര്യം ഉണ്ടെങ്കിൽ, നമുക്ക് വല്ല ഗിൽട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ, നമുക്ക് വല്ല ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയും. അതായത് നമുക്ക് ഫിനിഷ് ആയിട്ടില്ല ഒരു സാധനം, അതിങ്ങനെ കനൽ ഉണങ്ങാത്ത കരിക്കട്ട പോലെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, എപ്പം പതച്ചുകൊണ്ടേയിരിക്കും. ആ സാധനം നമ്മൾ ചെയ്ത് തീർത്തെങ്കിൽ കുറേയൊക്കെ സമാധാനം ചിലപ്പം നമുക്ക് കിട്ടും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പാസ്റ്റിലെ ഇവൻറ്റുകളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്തിന് ശേഷമാണ് ഇങ്ങനെ ആയത്, എന്തെങ്കിലും ട്രിഗേർഡായി ഇവൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതോ വെറും തോന്നലാണോ ഈ സങ്കടം എന്ന് പറയുന്നത്, ശരിക്കും ഉണ്ടോ അതോ തോന്നലാണോ? പക്ഷെ എല്ലാരും ഉള്ളപ്പോ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോ ആ വ്യക്തികൾ ആരൊക്കെയാണ് ഈ എല്ലാവരും? സ്വന്തം വൈബ് കണക്റ്റ് ആവുന്ന ആൾക്കാരാണോ? താൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയും പക്വതയുള്ള ആൾക്കാരാണോ? അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ. ഇപ്പം നമ്മൾ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഉണ്ടാവും? നമ്മൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരാൾ ഒരു +1 +2 ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കൊക്കെ പ്രായം അത്ര പ്രായമേ ഉള്ളൂ, ഒരു എത്ര വയസ്സുണ്ടാകും, 14. ആ ഒരു പ്രായത്തിൽ നമ്മൾ +1 +2 ജോയിൻ ചെയ്തു. അതിൽ ഞാനും അലിയുടെയും ഭയങ്കര കമ്പനിയായി. ഓക്കെ, പിന്നെ നവ്യ മാം നമ്മളായിട്ട് കമ്പനി ആയില്ല, വേറൊരു ഗ്യാങ്ങിൻ്റെ കൂടെ പോയി. പക്ഷെ നമ്മൾ ഒരേ ബെഞ്ചിലാണ് ഇരുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം അലിഡേനോട് പറഞ്ഞു നമുക്ക് പോകുന്ന വഴിക്ക് ഐസ്ക്രീം കഴിച്ചാലോ. അപ്പം നവ്യ മാം പറഞ്ഞു ഐസ്ക്രീം ഒന്നും വേണ്ട. അപ്പം അലിഡ പറഞ്ഞു കഴിക്കാം. അപ്പോൾ അങ്ങനെ ഞാനും അലിഡയും തമ്മിൽ ഐസ്ക്രീം ബന്ധം. അപ്പോൾ അതൊരു ബന്ധം. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടോ നമുക്കൊന്ന് ആ ഷോപ്പിലൊന്ന് കയറിയിട്ട് പോവാം. അപ്പോൾ അലിഡ പറഞ്ഞു ആ ഷോപ്പിലൊന്നും കയറണ്ട. അപ്പോൾ നവ്യ മാം എൻ്റെ കൂടെ വന്നു ആ ഷോപ്പിൽ കയറണ്ട. അപ്പോൾ നവ്യ മാമും ഞാനുമായിട്ട് ഒരു ബന്ധം. ഇങ്ങനെ ബന്ധങ്ങളായി ഞാനും അലിഡയും തമ്മിൽ ഒരു 10 ബന്ധവും ഞാനും നവ്യ മാമും തമ്മിൽ ഒരു 2 ബന്ധവും ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആവും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ അന്നേരം ഫ്രണ്ട്സ്. അതേപോലെ ഒരേപോലെ ചിന്തിക്കുന്നവരും ഒരേ ആഗ്രഹം ഉള്ളവരും ഒക്കെ ഫ്രണ്ട്സായി മാറും. അപ്പോൾ നവ്യ മാമിൻ്റെ വൈബ് കണക്റ്റായ വേറെ ആൾക്കാരുമായി നവ്യ മാം ഫ്രണ്ടായി ഉണ്ടാവും. അവർക്ക് ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇഷ്ടം, അവർക്ക് വല്ല ലൈബ്രറി പോകുന്നയോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ വല്ലതും ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കമ്പനി ആവുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്ന ഇയാൾ ഇരിക്കുന്ന ആൾക്കാർ ഈ കുട്ടിയുടെ ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങളുള്ള ആൾക്കാരല്ലെങ്കിൽ നമുക്കൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവർക്കും സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ സന്തോഷം കിട്ടണം എന്നില്ല, അത് നിർബന്ധമല്ല. ഓരോരുത്തർ ഓരോ പോലെ ആയിരിക്കും. അച്ഛൻ അങ്ങനെ, അമ്മ ഇങ്ങനെ, ഓരോരുത്തർ ഓരോ മോഡായിരിക്കും. ചിലർ വരും എനിക്ക് എൻ്റെ വീട്ടിലിരിക്കണേക്കാട്ടും സുഖം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കുമ്പോഴാണ്, കമ്പനി ആകുമ്പോഴാണ്, സുഹൃത്തുക്കളാണ് എൻ്റെ എല്ലാം. ചിലർ പറയും അയ്യോ എൻ്റെ വീടാണ് എൻ്റെ. എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകാത്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ ഇവിടെ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് പറയാണ് പുറത്തേക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സുഖം എന്താന്ന് അല്ലേക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മാം ഇപ്പൊ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം മനസ്സിലാവുള്ളൂ. എന്നാലും നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇടും. ആ ബന്ധത്തിന്റെ ആ സംഗതി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ എക്സാമ്പിള്, എന്റെ മകൻ ഒരു ദിവസം ബിരിയാണി കഴിച്ചപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി. അതിനുശേഷം അവൻ ഒന്നും കഴിക്കുന്നില്ല. തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് പേടിയാണ്. ഡോക്ടറെ കാണിച്ചു. ഇപ്പോൾ തൊണ്ടയിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവൻ പേടി കാരണമാണ് ഭക്ഷണം കഴിക്കാത്തത്. ഇത് മാറാൻ എന്ത് ചെയ്യണം? ഇതൊരു തരത്തിൽ മേ ബി ഒരു ആങ്സൈറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മളിപ്പം ആങ്സൈറ്റി പോലെയുള്ള ഡിസോർഡേഴ്സിന് നമ്മൾ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ എക്സ്പോഷ്യർ തെറാപ്പി എല്ലാമാണ് നമ്മൾ ഒരു ക്ലിനിക്കൽ ബേസിൽ നമ്മൾ ചെയ്യുന്ന തെറാപ്യൂട്ടിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഈ മോൻ്റെ കാര്യത്തിൽ, അതായത് ഇപ്പം അവന് ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? അയ്യോ അന്ന് ബിരിയാണി കുടുങ്ങിയില്ലേ, ഇനിയും അത് അതേപോലെ വീണ്ടും കുടുങ്ങുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി, ഒരു ഫോബിയ ഒക്കെ പോലത്തെ ഒരു പേടി ആളുടെ ഉള്ളില്. ഇതൊരു ഇല്ലോജിക്കൽ തോട്ടാണ്, ലോജിക് ഇല്ല. അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെ കുടുങ്ങി പോവില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കോയിൻ എടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തു, ഹെഡോ ടെയിലോ വരും. ഒരു പ്രാവശ്യം ഹെഡ് വന്നു എന്ന് വിചാരിച്ച്
ഞാൻ എപ്പം ട്വിസ്റ്റ് ചെയ്താലും ഹെഡ് തന്നെ വരണം നിർബന്ധമുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു സാധനം നമ്മൾ ഈ തെറാപ്പിയിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താ ഡോക്ടറെ കാണിച്ചപ്പോ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരു സൈക്കോളജിസ്റ്റ് ഇത് മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. കൗൺസിലിങ്ങോ തെറാപ്പി എന്തെങ്കിലും ഇപ്പം ആള് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയും MSc ഒക്കെ എടുത്ത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് പ്ലാൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പ് വീട്ടിൽ കണ്ടതിന് ശേഷം എപ്പോ വീട്ടിൽ കയറിയാലും പാമ്പുണ്ടാവും എന്നുള്ള പേടി, അതുപോലത്തെ ഒരു ഫോബിയയുടെ റിലേറ്റഡ് ആയിട്ടുള്ളത് തോന്നുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.